യാത്രക്കാർക്ക് ഏറെ ഗുണകരമാകുമായിരുന്ന ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സിന് പദ്ധതി അട്ടിമറിച്ച് കോർപ്പറേഷൻ ഭരണാധികാരികൾ. 1/4 നൂറ്റാണ്ട് മുമ്പ് തയ്യാറാക്കിയ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പദ്ധതിയാണ് അട്ടിമറിച്ചത്. വർഷങ്ങളായി ജനങ്ങൾ ദുരിതം അനുഭവിക്കുമ്പോഴും ആണ് ഈ വീഴ്ച. കൊല്ലം കോർപ്പറേഷന്റെ സ്വപ്ന പദ്ധതിയായിരുന്ന ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കാൻ റെയിൽവേ സ്റ്റേഷന് മുൻവശത്ത് റെയിൽവേയുടെ തന്നെ 3.25 ഏക്കർ സ്ഥലം നഗരസഭ ഏറ്റെടുക്കുന്നു. പകരം റെയിൽവേക്ക് ക്വാർട്ടേഴ്സ് നിർമ്മിക്കാൻ അനുയോജ്യമായ സ്ഥലം കോർപ്പറേഷൻ വിട്ടുനൽകുന്നു. ഇതായിരുന്നു തീരുമാനം. കേന്ദ്ര സർക്കാരിന്റെ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഫോർ സ്മാൾ ആൻഡ് മീഡിയം ടൗൺ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1996 1,83,33,300 രൂപ അനുവദിച്ചു. റെയിൽവേക്ക് പകരം നൽകേണ്ട ഭൂമി ഉപാസന ആശുപത്രിക്ക് സമീപം കോർപ്പറേഷൻ കണ്ടെത്തി. പ്രമുഖ വ്യവസായിയായിരുന്ന രവീന്ദ്രനാഥൻ നായരുടെ 1 ഏക്കർ 46 സെന്റ് ഭൂമി ഉൾപ്പെടെ 3 സ്വകാര്യ ഭൂമികളായിരുന്നു. ഇവിടെ ക്വാർട്ടേഴ്സുകൾ നിർമ്മിക്കാൻ 46,44,000 രൂപ കോർപ്പറേഷൻ റെയിൽവേക്ക് അടയ്ക്കുകയും ചെയ്തു. എന്നാൽ സ്വകാര്യ വ്യക്തിയുടെ 16 സെന്റ് സ്ഥലത്തായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കം. ഭൂമി വിട്ടു നൽകാതിരുന്ന ഇയാൾ 7 സെന്റ് സൗജന്യമായി നൽകാമെന്നായി. പക്ഷേ അതും നടപ്പിലായില്ല. നിലവിൽ കോർപ്പറേഷൻ കരമൊടുക്കുന്ന പദ്ധതി വക ഭൂമിയിലെത്താൻ വഴികൂടിയില്ലാത്ത അവസ്ഥയാണ്. ചില ഭാഗത്ത് കയ്യേറ്റവും നടന്നിരിക്കുന്നു. ഏറ്റെടുത്ത ഭൂമി സംരക്ഷിക്കാനും കോർപ്പറേഷൻ തയ്യാറായിട്ടില്ല. ഭൂനികുതിയും കേന്ദ്ര ഫണ്ടിന് പലിശയും കോർപ്പറേഷൻ ഇന്നും അടച്ചുകൊണ്ടിരിക്കുന്നു. റെയിൽവേക്ക് നൽകിയ ലക്ഷങ്ങളും തിരിച്ചു കിട്ടിയിട്ടില്ല. നിർദ്ദിഷ്ട പദ്ധതി സ്ഥലം റെയിൽവേയുടെ പാർക്കിംഗ് ഗ്രൗണ്ടായും പ്രവർത്തിക്കുകയാണിന്ന്. ദീർഘവീക്ഷണത്തോടെ ആവിഷ്കരിച്ച പദ്ധതി നടപ്പിലായിരുന്നെങ്കിൽ കൊല്ലത്തിന്റെ മുഖച്ഛായ തന്നെ മാറുമായിരുന്നു. മുടങ്ങിപ്പോയ പദ്ധതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട കോർപ്പറേഷൻ തന്നെ പിന്നീട് ഈ സ്വപ്ന പദ്ധതിയെ അട്ടിമറിക്കുകയും ചെയ്തു. പാതിവഴിയിൽ നിലച്ചുപോയ ഈ വലിയ പദ്ധതിക്ക് 1/4 നൂറ്റാണ്ടായി കൊല്ലം കോർപ്പറേഷൻ പലിശയൊടുക്കുകയാണ്. ജനോപകാരപ്രദമാകുമായിരുന്ന ഈ വലിയ പദ്ധതിയെ അട്ടിമറിച്ചില്ലാതാക്കിയവർക്കെതിരെ ശക്തമായ നടപടി തന്നെ വേണം. കൊല്ലത്തു നിന്നും പ്രദീപ് ആളത്തുങ്കലിനൊപ്പം സുജിത് സുരേന്ദ്രൻ, അമൃത ന്യൂസ്. വലിയൊരു പദ്ധതി തന്നെ ഇല്ലാതാക്കി കൊല്ലത്തിന്റെ വികസനം 1/4 നൂറ്റാണ്ട് പിന്നോട്ടടിച്ചവർക്കെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്നാണ് മുൻ ജനപ്രതിനിധികൾ ആവശ്യപ്പെടുന്നത്. അവരുടെ പ്രതികരണം കേൾക്കാം. കോർപ്പറേഷൻ്റെ ഉടമസ്ഥയിലുള്ള ഉപാസനയുടെ ഫ്രണ്ടിൽ ഈ സ്ഥലം ചുറ്റുമതിൽ കെട്ടി സംരക്ഷിക്കുന്നതിന് അന്ന് ആ പ്രോജക്റ്റ് അങ്ങ് ഉപേക്ഷിക്കുക. എന്തിനാണ് ഉപേക്ഷിച്ചത്? ആർക്കു വേണ്ടി ഉപേക്ഷിച്ചു? ഇതൊക്കെ അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. ഇത് വിജിലൻസ് അന്വേഷണം തന്നെ വേണം. ഇപ്പം ഞങ്ങൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നതൊന്നുമല്ല. ആ സ്വപ്ന പദ്ധതി പൊളിച്ചു. പക്ഷേ ഈ എടുത്ത ലാൻഡുകൾ കഴിഞ്ഞ 25 വർഷമായിട്ട് ഈ IDSMD എടുത്ത തുകയ്ക്ക് പലിശ കൊടുത്തുകൊണ്ടിരിക്കുക. കൊല്ലത്തെ പബ്ലിക്കിൻ്റെ പൊതുജനങ്ങളുടെ നികുതിപ്പണമാണ് കൊടുക്കുന്നത്. ഇവിടെ വരുമാനം കണ്ടെത്തണം, ഇവിടെ പ്രോജക്റ്റ് നടപ്പിലാക്കണം, ആ സ്ഥലം വീണ്ടെടുക്കണം. അനധികൃതമായി കെട്ടിയിരിക്കുന്ന ഹോട്ടൽ പൊളിച്ചു നീക്കുന്നതിനുള്ള ശക്തമായ നടപടി സ്വീകരിക്കണം. IDSMDക്ക് ഇപ്പോഴും പലിശ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 25 വർഷമായിട്ട് പലിശ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 46,44,000 രൂപ ഈ പ്രോജക്റ്റ് നടന്നില്ലെങ്കിൽ കൂടിയും ഇന്നും റെയിൽവേയിൽ കിടക്കുകയാണ്. 1 ഏക്കർ 36 സെൻറ്റിലേക്ക് ഇറങ്ങുന്ന വഴിക്ക് വേണ്ടി അക്വയർ ചെയ്ത 7 സെൻറ്റ് സ്ഥലം ഇപ്പോൾ റെയിൽവേ കോർപ്പറേഷൻ്റെ കയ്യിലുമില്ല, ആരുടെ കയ്യിലുമില്ല. അതിപ്പോൾ ഒരു സ്വകാര്യ വ്യക്തിയുടെ കയ്യിലാണ്. ഈ 1 ഏക്കർ 36 സെൻറ്റ് സ്ഥലം വില പറഞ്ഞു നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഈ വഴി അടച്ചു വച്ചിരിക്കുകയാണ്. ഭരിക്കുന്ന ഇടതുപക്ഷ മുന്നണിയുടെ ചില ആളുകൾ തന്നെ കൂട്ടുനിൽക്കുമെന്നു എന്ന ദുഃഖകരമായ സത്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ആ വസ്തുവിൽ ചുറ്റുമതിൽ കെട്ടി സംരക്ഷിക്കാനുള്ള 48 വർക്കുകളുടെ കൂടെ വന്ന ഒരു വർക്ക്, സ്വന്തം ഭൂമി സംരക്ഷിക്കുക എന്ന ഒരു നിലപാട് അന്നത്തെ മേയർ, ഞാൻ പേര് പറയുന്നതിൽ പോലും എനിക്കൊരു വിഷമമില്ല, ഹണി ബെഞ്ചമിൻ തയ്യാറായില്ല. ആ ഒരു വർക്ക് മാത്രം ക്യാൻസൽ ചെയ്തു. അന്നത്തെ മേയർ ക്യാൻസൽ ചെയ്യാൻ തയ്യാറായി എന്നുള്ളതാണ് പ്രധാന വിഷയം. പക്ഷേ അവരുടെ വീട്ടിലേക്ക് കയറാൻ ഒരു ബൈക്ക് പോലും കഷ്ടിച്ചേ കയറുമായിരുന്നുള്ളൂ. ഇന്ന് ഈ വസ്തുവിൻ്റെ ഉടമയ്ക്ക് തന്നെ അവിടെ സ്ഥലമുണ്ടായിരുന്നു. ഇന്ന് ലോറി കയറുന്ന വഴിയായി.